നമസ്കാരം. 2025 ജനുവരി 26 ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് കോഡ് നമ്പർ 16. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ന് 75 വയസ്സ്. ഭരണഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 75 വർഷം. പത്മ പുരസ്കാര നമ്പസിൽ മലയാളത്തിൽ MT വാസുദേവൻ നായർ ഉൾപ്പെടെ 7 പേർക്ക് പത്മവിഭൂഷൺ ബഹുമതിയും 19 പേർക്ക് പത്മഭൂഷൺ ബഹുമതിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി. പച്ചാരക്കൊല്ലിയിൽ മീൻമുട്ടി തറാട്ട് രാധയെ ആക്രമിച്ചു കൊന്നിരുന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു. കടുവയെ വെടിവെച്ചു കൊല്ലാത്തതിൽ പ്രദേശത്ത് വൻ ജനരോഷം. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ ഷാഫി വിയോഗം ഇന്നലെ രാത്രി 11. നീറ്റ് UG 2025 ചോദ്യക്കടലാസിന്റെ പരീക്ഷാ ദൈർഘ്യം 3 മണിക്കൂർ. ചോയ്സ് ചോദ്യങ്ങൾ ഒഴിവാക്കി. യുക്രൈനുള്ള സഹായം നിർത്തി US. ഇസ്രായേലിനും ഈജിപ്തിനും സഹായം തുടരും. ഗാസയിലെ 4 വനിതാ സൈനികരെ കൂടി ഹമാസ് വിട്ടയച്ചു. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 ഇന്ത്യക്ക് 2 വിക്കറ്റ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുതിയ വനിതാ ചാമ്പ്യനായി അമേരിക്കയുടെ മാഡിസൺ കീസ്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷം ഇന്ന് കർത്തവ്യത്തിൽ നടന്നു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയാണ് മുഖ്യാതിഥി. രാവിലെ 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. പത്മ പുരസ്കാര നമ്പസിൽ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർക്ക് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരം. പ്രശസ്ത വയലിൻ വിദ്വാൻ L സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ് ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം ധനമന്ത്രാലയം പുറത്തിറക്കി. ഏപ്രിൽ 1 മുതൽ പദ്ധതി നിലവിൽ വരും. സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന പദ്ധതിക്ക് 2024 ഓഗസ്റ്റ് 24 കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. പഞ്ചാരക്കൊല്ലി മീൻമുട്ടി തറാട്ട് രാധയെ ആക്രമിച്ചു കൊന്നിരുന്ന കടുവയെ വനംവകുപ്പ് തിരിച്ചറിഞ്ഞു. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാത്തതിൽ പ്രദേശത്ത് വൻ ജനരോഷം. ഉത്തരമേഖല CCF KSP അടക്കമുള്ളവരെ ജനക്കൂട്ടം ഉപരോധിച്ചു. വേതന പരിഷ്കരണം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് റേഷൻ വ്യാപാരികൾ. സമരം കാരണം ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. നീറ്റ് UG 2025 പരീക്ഷാ ദൈർഘ്യം 3 മണിക്കൂർ. ചോയ്സ് ചോദ്യങ്ങൾ ഒഴിവാക്കി. കോവിഡിന് മുൻപുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പരീക്ഷയെ പുനഃസ്ഥാപിച്ചു. യുക്രൈൻ അടക്കം ചില രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി US വിദേശകാര്യ സെക്രട്ടറി മാർക്ക് റൂബിയോ അറിയിച്ചു. US മറ്റ് രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും ഒപ്പം നിർത്തിവച്ചു. എന്നാൽ ഇസ്രായേലിനും ഈജിപ്തിനും സഹായം തുടരും. ഗാസയിൽ പ്രാബല്യത്തിലുള്ള ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 2ാം സംഘം ബന്ദികളെ ശനിയാഴ്ച ഹമാസ് വിട്ടയച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗാസയിൽ 42 ദിവസത്തെ 6 ഘട്ട വെടിനിർത്തൽ നിലവിൽ വന്നത്. കായിക വാർത്തകൾ. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം T20 ഇന്ത്യക്ക് 2 വിക്കറ്റ്. അർദ്ധ സെഞ്ചുറിയോടെ തിലക് വർമ്മയാണ് കളിയിലെ താരം. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൽ പുതിയ വനിതാ ചാമ്പ്യനായി അമേരിക്കയുടെ മാഡിസൺ കീസ്. 3 സെറ്റിന്റെ ആവേശകരമായ ഫൈനലിനൊടുവിലാണ് കേസ് കപ്പുയർത്തിയത്. ഇന്നത്തെ കാലാവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ ചൂടിന്റെ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വന്യജീവി ആക്രമണം തുടർക്കഥയിൽ. 2ാം ദിവസത്തെ തിരച്ചിലിനൊടുവിലും പഞ്ചാരക്കൊല്ലിയിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാത്തതിൽ പ്രദേശത്ത് വൻ ജനരോഷമാണ് കാണാൻ കഴിയുന്നത്. മലയോര പ്രദേശത്ത് ജീവിക്കുന്നവരുടെ സ്വസ്ഥതയും സമാധാനവുമാണ് ഇത്തരം വന്യജീവികൾ നശിപ്പിക്കുന്നത്. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. മൃഗങ്ങൾ വനപ്രദേശത്ത് നിന്നും തങ്ങളുടെ ആവാസ വ്യവസ്ഥ വിട്ട് ജനവാസ പ്രദേശങ്ങളിൽ എത്തുന്നത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. നരഭോജി കടുവയെ എത്രയും പെട്ടെന്ന് വെടിവെച്ചു കൊല്ലുമെന്നും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. പകരം സമൂഹവും സർക്കാരും ഒരുപോലെ മുന്നിട്ടിറങ്ങി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയാണ്. ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Code number 16 CPHS
കുറ്റിക്കാട് കൊല്ലം.